ക്യൂബയെ വാഴ്ത്തിപ്പാടിയ സഖാക്കന്മാർക്ക് ഒരു അടികൂടി കൊടുത്ത് മുന്നോട്ട് പോയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദാസമയവും ഇന്ത്യയിലിരുന്നുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലിരുന്നുകൊണ്ട് ക്യൂബയെ വാഴ്ത്തിപ്പാടുന്ന സഖാക്കന്മാർക്ക് ഒരു അടികൂടി കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പകർച്ചവ്യാധികൾ വ്യാപകമായൊരു സാഹചര്യമാണ് ക്യൂബയിൽ ഇപ്പോൾ മാനുഷിക പരിഗണനയുടെ പുറത്ത് അവശ്യ സാമഗ്രികൾ കയറ്റിയച്ച് ഇന്ത്യ. ഏകദേശം 90 ടൺ ഭാരം വരുന്ന 9 വ്യത്യസ്ത ഇന്ത്യ നിർമ്മിത ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളാണ് ക്യൂബയിലേക്ക് ഇന്ത്യ കയറ്റിയച്ചത്. ഞായറാഴ്ചയാണ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകൾ അടങ്ങിയ ചരക്ക് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്ന് പുറപ്പെട്ടത്. വിട്ടുമാറാത്ത സാംക്രമിക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഗുളികകളുണ്ട്, അതിൽ സിറപ്പുകളുണ്ട്, കുത്തിവയ്പ്പുകൾ, ഇതിൻ്റെയൊക്കെ ഡോസേജ് രൂപത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ക്യൂബൻ മരുന്ന് നിർമ്മാതാക്കൾക്ക് ഈ ചേരുവകളിലൂടെ സാധിക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ക്യൂബ. ക്യൂബയ്ക്ക് അവശ്യ മരുന്ന് സാമഗ്രികൾ കയറ്റി അയച്ച് ഇന്ത്യ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. ജൂൺ 2-ന് മുന്ദ്ര തുറമുഖത്ത് നിന്ന് ക്യൂബൻ റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ഏകദേശം 90 ടൺ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളാണ് കപ്പലിൽ പുറപ്പെട്ടിരിക്കുന്നത്. വിട്ടുമാറാത്ത പകർച്ചവ്യാധികളുടെ ചികിത്സയ്ക്ക് ഇത് ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിർണായകമായി ഉപയോഗിക്കാൻ സാധിക്കും. ടാബ്ലറ്റുകൾ, ക്യാപ്സ്യൂളുകൾ, സിറപ്പുകൾ, കുത്തിവയ്പ്പുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഇന്ത്യ അയച്ച APIകൾ ക്യൂബൻ മരുന്ന് നിർമ്മാതാക്കൾ ഉപയോഗിക്കും. ക്യൂബയിലെ പൊതുജനാരോഗ്യത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന വിട്ടുമാറാത്ത രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളുടെ ഫലപ്രദമായ ചികിത്സയ്ക്കും മാനേജ്മെന്റിനും ഈ ചേരുവകൾ സഹായകരമാകും. ആഗോള ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആവശ്യമുള്ള രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നതിനുമുള്ള ഇന്ത്യയുടെ വിശാലമായ ആ ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് ഈ സംരംഭവും. ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഒരു പ്രധാന വിതരണ രാജ്യമാണ് ഇന്ത്യ. ആ നിലയിൽ ഇന്ത്യയുടെ പങ്ക് ആഗോളതലത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുമുണ്ട്. ജനറിക് മരുന്നുകളുടെ വിപുലമായ ഉൽപ്പാദനവും കയറ്റുമതിയും കാരണം ഇന്ത്യയെ ലോകത്തിന്റെ ഫാർമസി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ വിളിപ്പേരിന് എന്തായാലും ഒരു അംഗീകാരം കൂടി ലഭിക്കുകയാണ്. ക്യൂബയിലേക്കുള്ള നിലവിലെ ചരക്ക് ഈ പദവിയെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിന് ഉയർന്ന നിലവാരമുള്ള ഫാർമസ്യൂട്ടിക്കൽസ് നൽകാനുള്ള ഇന്ത്യയുടെ കഴിവ് കാണിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും ക്യൂബയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചരിത്രപരവും പരമ്പര ബഹുമാനത്തിലും സഹകരണത്തിലും ആഴത്തിൽ വേരൂന്നിയതാണ് ഇന്ത്യയും ക്യൂബയും തമ്മിലുള്ള ബന്ധം. വർഷങ്ങളായി രണ്ട് രാജ്യങ്ങളും വളരെ ശക്തമായ നയതന്ത്ര ബന്ധം നിലനിർത്തുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ ഇവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് ഇന്ത്യ നൽകുന്ന മാനുഷിക സഹായം അടിവരയിടുന്നത്. ഇന്ത്യയുടെ ഈ പ്രവൃത്തി മരുന്നുകൾ നൽകുന്നതിൽ മാത്രമല്ല, ആഗോള ആരോഗ്യത്തോടുള്ള ഇന്ത്യയുടെ ആ ഒരു ഡെഡിക്കേഷൻ, അതും ആവശ്യമുള്ള സമയങ്ങളിൽ അയൽരാജ്യങ്ങളെ പിന്തുണയ്ക്കാനുള്ള ഇന്ത്യയുടെ ആ ഒരു സന്നദ്ധത, അതെല്ലാം വീണ്ടും ഉറപ്പിക്കുന്നതാണ്. ആഗോള ആരോഗ്യ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ ഇന്ത്യയുടെ സജീവമായ പങ്കിന്റെയും മെഡിക്കൽ പ്രതിസന്ധികൾ നേരിടുന്ന രാജ്യങ്ങൾക്കുള്ള അചഞ്ചലമായ പിന്തുണയുടെയും കൃത്യമായ തെളിവാണ് ക്യൂബയ്ക്കുള്ള ഈ സഹായം. ക്യൂബയിലേക്കുള്ള 90 ടൺ APIകളുടെ കയറ്റുമതി മാനുഷിക സഹായത്തിന്റെ ഒരു സുപ്രധാന കാഴ്ച തന്നെയാണ്. അത് ആഗോള ആരോഗ്യ സംരക്ഷണ ദാതാവ് എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ പങ്കിനെയും ക്യൂബയുമായുള്ള ശാശ്വതമായ സൗഹൃദത്തെയും എടുത്തു കാണിക്കുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. ആഗോള ആരോഗ്യ സംവിധാനം പിന്തുണയ്ക്കുന്നതിന്റെ ആവശ്യകത, ഒപ്പം ആർക്കാണ്, നമുക്ക് ചുറ്റുമുള്ള ആർക്കാണ്, ഏത് രാജ്യത്തിനാണ് സഹായം ആവശ്യമുണ്ട്, ആ സഹായം കൃത്യമായ സമയത്ത് എത്തിക്കുക എന്ന ഇന്ത്യയുടെ ആ ഒരു ശ്രമം തന്നെയാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത്. എന്തായാലും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇന്ത്യ എന്നാണ്. എന്നാൽ ക്യൂബയാണ് ആരോഗ്യത്തിന് ലോകത്ത് മുന്നിൽ മാതൃക എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ പൊതുവെ പറഞ്ഞു പരത്താറുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ക്യൂബയ്ക്ക് തന്നെ മരുന്നുകൾ കയറ്റിയേക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഭാരതം വളർന്നിരിക്കുകയാണ്. ആ വലിപ്പം കേരളത്തിലെ സഖാക്കന്മാർ എങ്ങനെ സഹിക്കുമെന്ന ചോദ്യവും പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ക്യൂബയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് ചുറ്റുമുള്ള എല്ലാ അയൽ രാജ്യങ്ങൾക്കും ഒരു സഹായം ആവശ്യമാകുന്ന ആ സമയത്ത് കൃത്യമായി സഹായം എത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിന്റെ മികവ് തന്നെയാണ്. അദ്ദേഹം ഭരണാധികാരം, ഭരണസാരഥ്യം ഭാരതത്തിൽ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ്, നമുക്ക് ചുറ്റുമുള്ള അയൽരാജ്യങ്ങളെ സഹായിക്കാനുള്ള ആക്ടിവിറ്റീസ് കൂടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഒരിക്കൽ കൂടി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംഭവവും കൂടി ലോകത്തിന് മുന്നിൽ മാതൃകയായി കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയും ഒപ്പം ഇന്ത്യയും ഒരു പടി കൂടി ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.